രാഷ്ട്രീയ പോരാട്ടം കൊണ്ട് ശ്രദ്ധേയമായ കണ്ണൂരിലേക്ക്. അവിടെ നിന്ന് മുഹമ്മദ് റഹീസ് ചേരുന്നു. താഴത്തങ്ങാടിയിൽ നിന്നാണ്, താഴെത്തെരുവിൽ നിന്നാണ് ചേരുന്നത് മുഹമ്മദ് റഹീസ്. എങ്ങനെയാണ് കണ്ണൂരിലെ ഒരു പോളിംഗിന്റെ രീതി? പ്രത്യേകിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായി അവരുടെ വോട്ടുകൾ ഉറപ്പാക്കുന്ന ഒരു പ്രവണത അവിടെ ഉണ്ട്. ഒരു ക്യാമ്പയിനിലടക്കം ആ ഒരു അടുക്കും ചിട്ടയുമുള്ള ഒരു ഇടം. എങ്ങനെയാണ് പോളിംഗ് ബൂത്തിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുന്ന നിലയിലേക്ക് മാറിയോ ഉച്ച കഴിയുമ്പോൾ? ഗോകുൽ, ഇനി അതിൻ്റെ സമയമാണ്. ഈ പോളിംഗ് ബൂത്തിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കുന്ന സമയമാണ് ഇനിയുള്ളത്. ഞാനിവിടെ ഈ താഴെത്തെരു ഡിവിഷനിലെ ഒരു ബൂത്തിലാണ്. നമ്മളെ ഈ ബൂത്തിലെ കാഴ്ച കണ്ടാൽ മനസ്സിലാകും. ഏതാണ്ട് കണ്ണൂർ കോർപ്പറേഷനിലെ എല്ലാ ബൂത്തുകളിലും ഇത് തന്നെയാണ് ഈ വൈകിട്ടത്തെ അവസ്ഥ. വന്ന് കയറി വോട്ട് ചെയ്തു പോകാം. ഏതാണ്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഈ ആളുകളെ കാത്തിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അത്രയധികം ആളുകൾ ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. പ്രത്യേകിച്ച് ഈ ടൗൺ കേന്ദ്രീകരിച്ചുള്ള ബൂത്തുകളിലൊക്കെയും തീരെ ആളില്ലാത്തൊരു സാഹചര്യമാണ്. ഈ ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ആരെങ്കിലുമൊക്കെ വന്ന് വോട്ട് ചെയ്തിട്ട് പോകണം എന്നുള്ള രീതി. അതുപോലെ തന്നെയാണ് ഈ ഓരോ പാർട്ടിയുടെ പ്രവർത്തകരും, അവരും ഇങ്ങനെ ലിസ്റ്റ് നോക്കി എത്തിക്കാൻ കഴിയുന്നവരെയൊക്കെ എത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. കാരണം 2:30 ആകുന്നു. ഇനിയൊരു 3.5 മണിക്കൂർ മാത്രമാണ് പോളിംഗിന് ബാക്കിയുള്ളത്. അപ്പോൾ അതിനകം തന്നെ എല്ലാവരെയും എത്തിക്കണം. കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് 50% എത്തുന്നതേ ഉള്ളൂ. ജില്ല ആകെ നോക്കിക്കഴിഞ്ഞാൽ 56% പോളിംഗ് എത്തുന്നുണ്ട്. പക്ഷേ കോർപ്പറേഷനിൽ നേരത്തെ നമ്മൾ തെക്കൻ ജില്ലകളിൽ കണ്ടതുപോലെ തന്നെ ഒരുവിധം കോർപ്പറേഷനുകളിലൊക്കെയും ഇങ്ങനെ പോളിംഗ് കുറവാണ്. ആ തരത്തിൽ തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷനും ഉള്ളത്. അതിന് ചില പരാതികളൊക്കെ ഇവിടെ ഇപ്പോൾ തന്നെ ഈ വിവിധ പാർട്ടികളുടെ ഏജന്റുമാരും ഒപ്പം തന്നെ നേതാക്കളുമൊക്കെ പറയുന്നുണ്ട്. ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അബദ്ധങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പോളിംഗ് കുറയാൻ കാരണം എന്നുകൂടി അവർ പറയുകയാണ്. പല വോട്ടർമാരും പതിവായി അവർ വോട്ട് ചെയ്യുന്ന ബൂത്തിലെത്തുമ്പോൾ ഇത് കാണാനില്ല, അവരുടെ വോട്ട് അവിടെയല്ല മറ്റെവിടെയെങ്കിലുമാണ് എന്നാണ് മനസ്സിലാക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ചില പ്രവർത്തകരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ലിസ്റ്റ് നോക്കി കറക്റ്റ് ചെയ്ത് ഇനി ആരൊക്കെയാണ് വരേണ്ടത് എന്ന് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഇവിടെ എത്ര വോട്ടുണ്ട്, എത്ര ആളുകൾ വന്നിട്ടുണ്ട്? ഇപ്പം വോട്ട് 2200-ലധികം വോട്ട് നിലവിലുണ്ട്. ഇപ്പോൾ 900 അടുപ്പിച്ച ആളുകൾ വോട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ആളുകൾ 6 മണി വരെയുള്ള സമയത്തിനുള്ളിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരാത്ത ആളുകളെ കൂട്ടാനും അതുപോലെ ഇവിടെ എത്തിക്കാനുള്ള ശ്രമം പാർട്ടി പ്രവർത്തകർ, എല്ലാ പാർട്ടിയുടെയും ആളുകൾ നടത്തി വരുന്നുണ്ട്. ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഈ 50% പോലും ആയിട്ടില്ല സത്യം പറഞ്ഞാൽ ഇത് നോക്കിയാൽ. അപ്പോൾ പൊതുവേ വോട്ടിംഗ് കോർപ്പറേഷൻ പരിധിയിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് നടന്ന ഇപ്പോൾ കൊല്ലത്തായാലും അല്ലെങ്കിൽ തിരുവനന്തപുരത്തായാലും ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ ഒരു പ്രവണത കണ്ണൂരിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം കണ്ണൂരിലെ ഒരു ട്രെൻഡ് നഗരപ്രദേശമായതുകൊണ്ട് തന്നെ ഒരു ഉച്ച കഴിഞ്ഞതോടുകൂടി പഴയതുപോലെ ആളുകളെല്ലാം വരും, വോട്ട് ചെയ്യും, അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുമെന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷയും ആഗ്രഹം. അപ്പോൾ എന്തായാലും വൈകിട്ടോടുകൂടി ആളുകൾ കൂടുതലായി ഇവിടേക്ക് എത്തും. ഈ പോളിംഗ് ബൂത്തൊക്കെ നിറയും എന്നാണ് പറയുന്നത്. നമ്മൾ സമാനമായി ഇതിനടുത്തുള്ള 2-3 ബൂത്തുകളിൽ പോകുമ്പോഴും ഇത് തന്നെയാണ് കാഴ്ച. പലയിടത്തും ആളുകളില്ല, ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്തായാലും മുന്നണികളൊക്കെയും അവരുടെ നേതാക്കളൊക്കെയും ആളുകളെ കൂട്ടാനുള്ള തിരക്കിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തതിന് സമാനമായി ജില്ലയിൽ 78% എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗോകുൽ, തീർച്ചയായും ഉച്ചയ്ക്ക് മൊത്തത്തിൽ ഈ പോളിംഗ് ബൂത്തുകളുടെ മുന്നിൽ അങ്ങനെ ഒരു വലിയ ക്യൂ ഒന്നും ഇല്ല എങ്കിൽ പോലും പ്രവർത്തകർ, പാർട്ടി പ്രതിനിധികൾ എല്ലാവരും കുറച്ച് ആത്മവിശ്വാസത്തിലാണ്. കൊല്ലത്തോ തിരുവനന്തപുരത്തോ തെക്കൻ കേരളത്തിൽ സംഭവിച്ച പോലെ ഒരു പിന്നോട്ട് പോക്ക് കോർപ്പറേഷൻ മേഖലയിൽ കണ്ണൂരിൽ ഉണ്ടാവില്ല എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. അത് ഉണ്ടാവാതിരിക്കട്ടെ, പോളിംഗ് കൂടട്ടെ, കൂടുതൽ പേർ ജനാധിപത്യ അവകാശം വിനിയോഗിക്കട്ടെ. ഏതായാലും സജീവമായ ഒരു പോളിംഗ് കാഴ്ചയാണ് നമ്മൾ വടക്കൻ കേരളത്തിൽ കാണുന്നത്. ഉച്ചവരെ മികച്ച പോളിംഗ് ആണ്. ഏതാണ്ട് എല്ലാ ജില്ലകളിലും 60% അടുത്തിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരുന്നത് കോഴിക്കോട് നിന്നാണ്. 61.77%. 60% പിന്നിട്ടിരിക്കുന്നു കോഴിക്കോട് ജില്ലയിലെ മൊത്തം പോളിംഗ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.